പൂജപ്പുര സരസ്വതി ക്ഷേത്ര മണ്ഡപത്തിലെ നവരാത്രി സംഗീത ഉത്സവത്തിന് തുടക്കമായിരിക്കുകയാണ്. നവരാത്രി മണ്ഡപം അതിന്റെ സ്വാഭാവിക ശബ്ദത്തിനും ലൈറ്റിങ്ങിനും ഒക്കെ പേരുകേട്ടതാണ്. കുട്ടിക്കാലം മുതലേ ഉത്സവങ്ങൾ വല്ലാത്ത ക്രൈസാണ്. ലൈറ്റ്സും ചിരിക്കുന്ന മുഖങ്ങളും കളിപ്പാട്ടങ്ങളും കച്ചവടക്കാരും എന്ത് രസമാണ്. രാത്രി വളരെ വൈകിയാണ് ഇവിടേക്ക് വരാമെന്നുള്ള തീരുമാനമെടുക്കുന്നത്. 8:30 മണിക്ക് പുറപ്പെട്ടു. എന്നിട്ടും മമ്മിയെ ചെന്ന് കൂടെ കൂട്ടി. കുഞ്ഞുങ്ങളെയും മുതിർന്നവരെയും കൊണ്ടുവരുന്നവരുടെ പ്രധാനപ്പെട്ട ടെൻഷൻ വാഹനം എവിടെ പാർക്ക് ചെയ്യും എന്നായിരിക്കും. പോയ വർഷങ്ങളിലൊന്നും കണ്ടിട്ടുള്ളതല്ല. LBS കോളേജിലെ പാർക്കിംഗ് ഏരിയ നമുക്കായി തുറന്നു തന്നിട്ടുണ്ട്. അപ്പൊ പാർക്കിംഗ് ഒരു ടെൻഷനേ അല്ല. വിശാലമായ പാർക്കിംഗും കഴിഞ്ഞ് ഉത്സവം കാണാൻ തുടങ്ങിയപ്പോൾ 9:30. ഇത്രയും ഗെയിമുകൾ ഇവിടെ ഉണ്ടായിട്ട് നമ്മുടെ തൻവിപ്പാപ്പയുടെ കണ്ണ് ആദ്യം മുടക്കിയത് ഈ തറച്ചക്രത്തിലാണ്. എനിക്ക് തല കറങ്ങും. നിങ്ങൾക്കോ? മമ്മിക്ക് എങ്ങനെ കിട്ടി ഇത്രയും ധൈര്യം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും മമ്മിയാണ് കൂടെ കൂടിയത്. നിറയെ ഗെയിംസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ ഒരുപാട് ആസ്വദിക്കും. ഏത് ഗെയിമിനും 100 രൂപയായിരുന്നു പെർ ഹെഡ് ചാർജ്. അതിനിപ്പോ ചെറിയ കുട്ടിയാണെങ്കിലും 100 രൂപയാണ്. മാതങ്കിക്ക് അങ്ങനെ ഗെയിമിനോടൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നതല്ല. പക്ഷെ ഈ വീർപ്പിച്ച് ബലൂൺ കണ്ടപ്പോൾ വലിഞ്ഞ് മുകളിലേക്ക് കയറണം എന്നുള്ള